തിയോളജി ഓഫ് ദ ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ വിവാഹത്തെക്കുറിച്ച് കാണുകയായിരുന്നു. സെയിം സെക്സ് യൂണിയൻ, അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യം കൗദാശികപരമായ വിവാഹങ്ങളെക്കുറിച്ചാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ കാണുകയായിരുന്നു. അതിൻ്റെ ഒരു തുടർ പഠനമാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. സർ, കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ നിർത്തിയത് തന്നെ കുറച്ച് സംശയങ്ങൾ ചോദിക്കാനുണ്ട് എന്നുള്ളത് വെച്ചായിരുന്നു. തീർച്ചയായിട്ടും ടെസ ഒരു പക്ഷേ നമ്മുടെ ഓഡിയൻസിന്റെ സംശയങ്ങളാണ് പ്രതിനിധീകരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിച്ചോളൂ. സർ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു 4 വൗസ്, 4 ഘടകങ്ങൾ. അതായത് ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ. വിവാഹത്തിന്റെ 4 പ്രതിജ്ഞകൾ, ദമ്പതികൾ എടുക്കുന്ന പ്രതിജ്ഞകൾ. അത് ക്രിസ്തു സഭയെ സ്നേഹിച്ചത് അങ്ങനെയാണ്. അപ്പൊ അത് ദൈവസ്നേഹത്തിന്റെ ബ്രാൻഡാണെന്ന് ഞാൻ പറഞ്ഞു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സെയിം സെക്സ് യൂണിയന് പറ്റില്ല എന്നാണോ? അങ്ങനെ ഒരു വൗസ് അവർക്ക് എടുക്കാൻ പറ്റില്ല? തീർച്ചയായിട്ടും അത് തന്നെയാണ് സഭ പറയുന്നത്. സഭ അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ 2357 പറയുന്നു. അത് നാച്ചുറൽ ലോയ്ക്ക് കോൺട്രറി ആണെന്നുള്ളത് മാത്രമല്ല, അതൊരു അഫക്റ്റീവ് ആൻഡ് സെക്ഷൽ കോംപ്ലിമെന്റാരിറ്റിക്ക് അതൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു യൂണിയൻ അല്ല. അപ്പൊ അത് ഞാൻ തീർച്ചയായിട്ടും ഈ എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ കാത്തിരിക്കും. ഓക്കെ. അപ്പോഴേ ഒരു കാരണവശാലും ഇവർക്കൊരു സെക്ഷൽ കോംപ്ലിമെന്റാരിറ്റി വെച്ചിട്ട് അതിലൂടെ ഇവർക്കൊരു യൂണിയൻ പറ്റുകയില്ല. കാരണം വിവാഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ്. നമ്മൾ കത്തോലിക്ക സഭയുടെ ഒരു സാക്രമെന്റൽ മാരേജ് എന്ന് പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ് അവിടെയുള്ളത്. അത് പ്രൊക്രിയേഷൻ മാത്രമല്ല, യൂണിയൻ. അത് വളരെ ഇമ്പോർട്ടൻ്റാ. യൂണിയൻ ആൻഡ് പ്രൊക്രിയേഷൻ, ഈ 2 എലിമെന്റില് ഒന്നിനെയും കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് ഒന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും കോൺട്രാസെപ്റ്റീവ്സ് എന്തുകൊണ്ട് സഭയ്ക്ക് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണവും അതാണ്. കാരണം കോൺട്രാസെപ്റ്റീവ്സ് ഇവർ ഉപയോഗിക്കുമ്പോൾ യൂണിയൻ ആസ്പെക്റ്റ് ഉണ്ട് ഒരു പക്ഷേ ആ പ്രൊക്രിയേറ്റീവ് ആസ്പെക്റ്റിനെ ബ്ലോക്ക് ചെയ്തിരിക്കുക. അപ്പോൾ അത് വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും പോപ്പ് ബെനഡിക്ട് 16 മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒക്കെ പറയുന്നത് ഇതിനെ 2നെയും നമുക്ക് കീറി മുറിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്തു കഴിയുമ്പോൾ അത് ശരിക്കും ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ഒരു വിവാഹത്തിന്റെ ആക്ഷനായിട്ട് നമുക്ക് കരുതാൻ പറ്റുകയല്ല. കോൺട്രസെപ്റ്റീവ്സിന്റെ സൈഡിൽ ഒരുപക്ഷെ ഒരു റീപ്രൊഡക്ഷൻ എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സെയിം സെക്സ് യൂണിയൻ, ഇവിടെ യൂണിയനെ പറ്റത്തില്ല. ഞാനത് അതിലേക്ക് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ കത്തോലിക്ക സഭയുടെ പഠനപ്രകാരം ഒരു കൂദാശ, അപ്പം നമ്മൾ സാക്രമെൻ്റൽ മാരേജിൻ്റെ സ്റ്റാറ്റസിലേക്ക് ഇതിനെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണല്ലോ നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഒരു കൂദാശയാകണമെങ്കിൽ സഭയ്ക്ക് 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ആ കൂദാശയിൽ ഒന്ന് ഫോം എന്ന് പറയും, 2 മാറ്റർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സഭയിലെ മാമോദീസായെ കുറിച്ചുള്ള കൂദാശ, മാമോദീസ തന്നെ എടുക്കുക. ഇപ്പം മാമോദീസായിൽ നമ്മൾ കാണുന്ന മാറ്റർ എന്താണ്? മാമോദീസായ്ക്ക് ഒരു മാറ്ററും ഉണ്ട്, ഒരു ഫോമും ഉണ്ട്. അപ്പം ഈ മാറ്റർ എന്ന് പറയുന്നതാണ് ഭാഗ്യമായ അടയാളം. അപ്പം ഇൻവിസിബിൾ റിയാലിറ്റിയെ വിസിബിൾ ആക്കാൻ ഉപയോഗിക്കുന്ന ഭാഗ്യമായ അടയാളമാണ് ഈ മാറ്റർ. ഓക്കെ. അപ്പം മാമോദീസായിൽ എന്താണ് ഈ മാറ്റർ? എന്താണ്? വെള്ളം. മാമോദീസായിൽ ഉപയോഗിക്കുന്നത് വെള്ളമാണ്. വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഒരു ഇൻവിസിബിൾ റിയാലിറ്റി അവിടെ ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയോ കൃപയുടെയോ അതുപോലൊരു പുതിയ ജീവിതത്തിൻ്റെയോ അങ്ങനെ ഒരുപാട് സിംബോളിക് മീനിങ് അതിനുണ്ട്. അതുകൊണ്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഫോം എന്താണ്? ആ ഫോം എന്ന് പറയുന്നതാണ് അതിനുപയോഗിക്കുന്ന കൂദാശ വചനങ്ങൾ. അപ്പോഴവിടെ ഇതിന് 2നും ഒരു കാരണവശാലും മാറ്റം വരുത്താൻ പറ്റത്തില്ല. ഇത് മാറ്റം വരുത്തിയാൽ ആ കൂദാശ ഇൻവാലിഡ് ആയിപ്പോവും. അപ്പം മാമോദീസായിക്ക് നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു എന്നുള്ള ഫോർമുല സഭ വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ യേശുവിൻ്റെ നാമത്തിൽ മാമോദീസ മുക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഫോമിൽ അവിടെ വ്യത്യാസം വരും. അല്ലെ ഏതെങ്കിലും വിശുദ്ധനെയും കൂടെ നമ്മൾ ചേർത്തിട്ട് ഞാൻ യേശുവിൻ്റെയും ഇന്ന വിശുദ്ധരുടെയും അല്ലെ മാതാവിൻ്റെയും ഒക്കെ നാമത്തിൽ നിന്നെ മാമോദീസ മുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ലിറ്റർജിക്കലി ഇൻവാലിഡായി മാറിയത്. കാരണം അത് കോൺട്രഡിക്ഷനാണ്, അത് ഒരിക്കലും വാലിഡ് അല്ല. സഭയിൽ അങ്ങനെ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതോ ഒരു ഡീക്കൻ, ഈ അടുത്ത കാലത്ത് സഭയിൽ വന്ന ഒരു ന്യൂസാണ്, ഏതോ ഒരു ഡീക്കൻ, അതായത് പാശ്ചാത്യ സഭയിൽ ഈ ഡീക്കൻസിനും മാമോദീസ മുക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്, ലേ പീപ്പിൾ ഡീക്കൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാലയളവിൽ അദ്ദേഹം മാമോദീസ മുക്കിയപ്പോൾ ഏതോ ഒരു വാക്ക് മിസ്സായിരുന്നു എന്ന് ഇവർ കണ്ടുപിടിച്ചു. എന്നിട്ട് അവർ ആ രജിസ്റ്ററിലൊക്കെ പോയി ആ ആളുകളെ എല്ലാവരെയും ഒരുപാട് വർഷങ്ങളാണെ പോലും അവരെ എല്ലാം കണ്ടുപിടിച്ച് അവരെ റീബാപ്റ്റൈസ് ചെയ്തു. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് അതിൽ വളരെ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു കാര്യമാണ് സഭ എത്ര സീരിയസ് ആണെന്ന്. കാരണം ഒരു വൈദികനും അതിൽ ഉൾപ്പെട്ടിരുന്നു. ഈ ഡീക്കനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച ഒരാൾ വൈദിക പട്ടവും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ വരെ റീബാപ്റ്റൈസ് ചെയ്യേണ്ടി വന്നു. അത്ര തീക്ഷ്ണതയുടെയാണ് സഭ ഈ ഒരു കാര്യത്തെ കാണുന്നത്. അതൊരു വളരെ എക്സാമ്പിളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഫോമിൽ നമുക്ക് ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല, മാറ്ററിൽ നമുക്ക് ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. അപ്പോൾ മാറ്റർ എന്ന് പറയുന്നത്, ഞാൻ പറയുക അച്ചോ ഈ വെള്ളം ഒരു നോവൽറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് അല്പം വൈൻ ആക്കാം, ഈ വെള്ളത്തിന് പകരം ഞാൻ വൈൻ വാങ്ങിച്ചുകൊണ്ട് വരാം, വൈൻ ഒഴിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും വാങ്ങിച്ച് ഇട്ട് ചെയ്യുക, വെള്ളം അങ്ങ് മാറ്റ്, നമുക്ക് അതിന് പകരം നല്ല കുറേ പൗഡർ ചെയ്യാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. ഇത് ചെയ്യാൻ പറ്റുമോ? ചെയ്തു കഴിഞ്ഞാൽ അത് ഇൻവാലിഡായി പോകും. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഫോമും മാറ്ററും ഒരു കൂദാശ അതിൻ്റെ സാക്രമെൻ്റൽ നേച്ചറിൽ അത് അത്യാവശ്യമാണ്. അതിനെ ആർക്കും മാറ്റിമറിക്കാൻ പറ്റുകയില്ല. സഭയുടെ അധികാരികതയിൽ നിന്നുകൊണ്ട് തന്നെ ആ രീതിയിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ ആ ചോദ്യം ചോദിച്ചല്ലോ, എന്തുകൊണ്ട് ഇവർക്ക് ഇത് പറ്റത്തില്ല, ഈ കോംപ്ലിമെൻ്റാരിറ്റി ഇല്ല, സെക്ഷൽ കോംപ്ലിമെൻ്റാരിറ്റി ഇല്ല, അല്ലെങ്കിൽ യൂണിയനും ഒന്നും പറ്റത്തില്ല എന്നുള്ള ചോദ്യത്തിന്. അപ്പോൾ നമുക്ക് വിവാഹത്തിലേക്ക് വരാം. നമുക്ക് ഈ രണ്ട് സെയിം സെക്സിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു വിവാഹം നടക്കുകയാണെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം മാറ്ററിലേക്ക് പോകാം. അവിടെ എന്താണ് മാറ്റർ? ഒരു വിവാഹത്തിൽ നമ്മുടെ സഭയുടെ നിയമം അനുസരിച്ചുള്ള ഒരു സാക്രമെൻ്റൽ മാരേജിൽ എന്തായിരിക്കണം മാറ്റർ? എന്തായിരിക്കും മാറ്റർ? സ്ത്രീയും പുരുഷനും. വെറും സ്ത്രീയും പുരുഷനും എന്ന് ഇന്നത്തെ ജെൻഡർ ഐഡിയോളജിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവർ പറയും ഞങ്ങളിൽ ഒരാൾ സ്ത്രീയാണ്, ഒരാൾ പുരുഷനാണ്. അത് വളരെ കൃത്യമായിട്ടുള്ള ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരവും ഒരു പുരുഷൻ്റെ ശരീരവും, ദ ബോഡി ഓഫ് എ മാൻ ആൻഡ് ദ ബോഡി ഓഫ് എ വുമൺ, ഇതാണ് മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ വെച്ചു. അപ്പം നമ്മൾ ഈ ഒരേ സെക്സിലുള്ള രണ്ട് പേരെ കുറിച്ച് നമ്മൾ നോക്കിയേ, അത് മാറ്റർ മാച്ച് ചെയ്യുന്നുണ്ടോ? അവിടെ തന്നെ സാക്രമെൻ്റലി അത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ഫോമാണ് മാരേജിലെ, നമ്മുടെ സാധാരണ സാക്രമെൻ്റൽ മാരേജിലുള്ള ഫോം എന്ന് പറയുന്നത് ഇവരെടുക്കുന്ന ആ മാരേജ് വൗസ് ആണ്. അതാണ് നമ്മൾ പറയുന്ന ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ. ഇവർക്ക് ആ വൗസ് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റത്തില്ല. ഇവർക്ക് അവിടെ തന്നെ അത് ഇൻവാലിഡാണ് സാക്രമെൻ്റലി. അതുകൊണ്ടാണ് ഞാൻ വളരെ ധൈര്യത്തോടുകൂടി പറഞ്ഞ, ലോകത്തിലുള്ള സകലരും പറഞ്ഞാലും സഭയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. സഭയ്ക്ക് അക്സെപ്റ്റ് ചെയ്യണേൽ എല്ലാ സഭയുടെ പഠനങ്ങളും മാറ്റിമറിച്ച് വേറെ രീതിയിൽ അത് തിരുത്തിയെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കുമോ പോപ്പ് ഫ്രാൻസിസ് അങ്ങനെ ചെയ്യാൻ പോകുന്നു. പോപ്പ് ഫ്രാൻസിസിന് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ അതിൻ്റെ ആ രീതിയിൽ തന്നെ, നമ്മൾ ഒരു സാധാരണ മനുഷ്യൻ്റെ ഭാഷയിലാണ് ഞാനിത് പറഞ്ഞത്. ഇതൊരു കാനൻ ലോയുടെ ഭാഷയിലോ ഒരു വേറൊരു ലിറ്റർജിസ്റ്റിൻ്റെ ഭാഷയിലോ വലിയ തിയോളജിൻ്റെ ഭാഷയിലോ ഒന്നുമല്ല. ഇത് അവസാനത്തെ ആശീർവാദം പോലും എന്നാ ദൈവത്തിന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാനൊക്കെയുള്ള അവര് വൗ എടുക്കാൻ പറ്റത്തില്ല. ഇനി ഇത്
എന്തുകൊണ്ട് ഈ സെക്ഷൽ കോംപ്ലിമെന്റാരിറ്റി? അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. Yes. പിന്നെ ടെസയുടെ സംശയം അവിടെ കംപ്ലീറ്റ് മാറി. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സെക്ഷൽ ഇവർ പറയുന്നത് ഞങ്ങൾ തമ്മിൽ സെക്ഷൽ യൂണിയൻ ചെയ്യാൻ പറ്റും. നമ്മൾ വ്യക്തമായിട്ട് ഒരു സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചും പുരുഷൻ്റെ ശരീരത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനോഹരമായ പദ്ധതിയിൽ സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഘടന പുരുഷൻ്റെ ശരീരത്തിൻ്റെ ഘടന എൻറ്റയർലി ഡിഫറെൻ്റായിട്ടാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അത് എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൽ യൂണിയന് വേണ്ടിയിട്ടുള്ള ഒരു കോംപ്ലിമെൻറ്റാരിറ്റിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലൊരാൾ ഗിവർ. ശരിക്കും പറഞ്ഞാൽ പുരുഷൻ്റെ റോൾ അവിടെ അവൻ്റെ ആ ശരീരഘടന എന്തായിട്ടാണ്? ഈസ് എ ഗിവർ. അപ്പൊ അതുകൊണ്ടാണ് പുരുഷൻ ട്രിനിറ്റിയിലെ പിതാവായ ദൈവത്തിൻ്റെ ആ പൊസിഷനിൽ നിൽക്കുന്നെന്ന് പറയുന്നത്. ദ ട്രിനിറ്റേറിയൻ ദൈവത്തിൽ നടക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു അംശം ഇവിടെ റിപ്ലിക്ക ചെയ്യുകയാണ് ഈ സ്ത്രീയും പുരുഷനും അവർ വിവാഹത്തിലൂടെ ഒന്നായി തീർന്ന് ഈ അവരുടെ സെക്ഷൽ യൂണിയനിലൂടെ സംഭവിക്കുന്നത്. യഥാർത്ഥമായിട്ട് അവർ ശരിക്കും ഇത് മനസ്സിലാക്കി സെക്ഷൽ യൂണിയൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫ്രാൻസിസ് അദ്ദേഹം പറയുന്നത് അവിടെ ട്രിനിറ്റേറിയൻ ഗാഡ് ഹീസ് പ്രസൻറ്റ് ദെയർ ഇൻ ദി ആക്ഷൻ. കാരണം അത് ഈ ദൈവത്തെയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. അപ്പം ഇത് ഈ പുരുഷൻ ഒരു ഗിവർ, സ്ത്രീയുടെ ശരീരഘടന നോക്കിയേ, ഷീസ് എ റിസീവർ. സോ ദർ ഈസ് എ ഗിവർ, ദർ ഈസ് എ റിസീവർ. അപ്പം ഈ ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സാണ് സ്നേഹത്തിനുള്ളത്. പുരുഷൻ തന്നെ തന്നെ സെൽഫ് എംപ്റ്റി ചെയ്തുകൊണ്ട് സ്ത്രീക്ക് നൽകുന്നു. സ്ത്രീ അതെല്ലാം സ്വീകരിച്ച് തനിക്ക് വേണ്ടി ഒന്നും പിടിച്ചു വെക്കാതെ വീണ്ടും അത് എക്സ്ചേഞ്ച് ചെയ്ത് പുരുഷന് കൊടുക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ എക്സ്ചേഞ്ചാണ് നമ്മൾ പറഞ്ഞ ഇറ്റേണൽ എക്സ്ചേഞ്ചിൻ്റെ ഒരു സ്മോൾ ഗ്ലിമ്മർ ഇവിടെ നടക്കുന്നത്. അപ്പം അതിലൂടെ അവർക്ക് കിട്ടുന്ന ആ സന്തോഷമുണ്ടല്ലോ, അതാ സെയിൻറ്റ് ജോൺ പോൾ II പറഞ്ഞത്, അത് നമുക്ക് അവിടെ കിട്ടാനിരിക്കുന്ന ആ വലിയ സന്തോഷത്തിൻ്റെ ഒരു ചെറിയ സ്പാർക്കായത്. ഇതാണ് ആ രഹസ്യം, ആ മേഗാ മിസ്റ്ററി ഇതാ. അപ്പം ഈ രീതിയിൽ നമുക്ക് സെയിം സെക്സിലുള്ള രണ്ടുപേര് തമ്മിൽ യൂണിയൻ പറ്റുമോ? അവർ പരസ്പരം ഏത് രീതിയിൽ വേണേലും സെക്ഷലി ആക്റ്റീവായിട്ട് പലതും ഒരു പക്ഷേ ചെയ്തെന്നിരിക്കും. പക്ഷേ ഈ സെക്ഷൽ യൂണിയൻ നടക്കത്തില്ല. ഇനി ഈ സെക്ഷൽ യൂണിയൻ ഇനിയും നമ്മൾ നോക്കുകയാണല്ലേ, ഇതൊരു ക്രോമസോം ലെവലിലുള്ള സെക്ഷൽ യൂണിയനാണ്. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ പറഞ്ഞു, ഇത് വെറും ഒരു ഫിസിക്കൽ രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള ഒരു യൂണിയൻ അല്ല. അവിടെ ഫിസിക്കൽ യൂണിയൻ ഉണ്ട്, സൈക്കോളജിക്കൽ യൂണിയൻ ഉണ്ട്, സോഷ്യൽ യൂണിയൻ ഉണ്ട്, അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ സ്പിരിച്വൽ യൂണിയൻ. അങ്ങനെ പല യൂണിയനും ചേർന്നതാണ് ഈ ഒരു സെക്ഷൽ യൂണിയൻ എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പോണോഗ്രാഫി കൾച്ചറും നമ്മുടെ നമ്മുടെ ഐഡിയോളജികളും ഒക്കെ ഇതിനെയാണ് തകർക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോഴേ ഇത് ക്രോമസോം ലെവലിലുള്ളതാണ്. അത് ഞാൻ വീണ്ടും അല്പം കൂടെ ബയോളജിയിലേക്ക് പോവുക. അതായത് ഒരു കുഞ്ഞ് ഉണ്ടാകാൻ രണ്ടുപേരും കോംപ്ലിമെൻ്ററി ആണ്, പക്ഷേ ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരാൾ ഗിവറാണ്, ഒരാൾ ടേക്കറാണ്. എന്നാൽ തന്നെ രണ്ടുപേരുടെയും അതിലുള്ള ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആണേ തന്നെ ഡിഫറൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ബയോളജിയിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, സ്പേമും എഗ്ഗും കൂടെ ഫെർട്ടിലൈസ് ആകുമ്പോൾ ഒരു പുതിയ ജീവൻ ഉണ്ടാകണമെങ്കിൽ എത്ര ക്രോമസോമാണ് സ്ത്രീയിൽ നിന്ന് പോകുന്നത്, എത്ര ക്രോമസോമാണ് പുരുഷനിൽ നിന്ന് പോകുന്നത്? 23. 23 പുരുഷനിൽ നിന്ന്, 23 സ്ത്രീയിൽ നിന്ന്. പുരുഷന്റെ സ്പേമിൽ നിന്ന് 23, സ്ത്രീയുടെ ഓവത്തിൽ നിന്ന് 23. അങ്ങനെ 46 ക്രോമസോം. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ യൂണിയൻ ഈ ഒരു ക്രോമസോം ലെവലിൽ നടക്കണമെങ്കിൽ പുരുഷൻ അവൻ്റെ ജെനിറ്റൽസ് അവൻ പുരുഷനായി തന്നെ ഇരിക്കണം, സ്ത്രീ ആയിട്ട് തന്നെ ഇരിക്കണം. അവളുടെ റോള് റിസീവറിൻ്റെ റോളാണ്. അത് ഒരാൾ മേളിലും താഴെ നിന്നുള്ള ആ ഒരു ഇൻഫീരിയോറിറ്റി സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അല്ല.
കോംപ്ലിമെൻറ്റാരിറ്റി എന്ന് പറയുന്നത്, ആ ക്രോമസോം ലെവലിൽ അത് ഒരിക്കലും സെയിം സെക്സിലുള്ള ആളുകൾക്ക് കിട്ടുകയില്ല. അപ്പം ഞാനിത് ഓർഡിനറി ലാംഗ്വേജിൽ ഞാൻ പറഞ്ഞത്, സഭയെക്കുറിച്ച് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ലോകം മുഴുവൻ ഇത് അംഗീകരിച്ചു. എന്തുകൊണ്ട് കത്തോലിക്ക സഭ മാത്രം ഇപ്പോഴും ആ പ്രാചീന അത് പ്രിമിറ്റീവ് ടൈമിലെ മെത്തേഡിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴേ അതിൻ്റെ പിന്നിൽ സഭയ്ക്കുള്ള ഉത്തരം വളരെ ഡീപ്പാണ്. അപ്പം ഈ യൂണിയൻ ഒരു കാരണവശാലും അവരുടെ ജീവിതത്തിൽ നടക്കത്തില്ല. അതുകൊണ്ട് ഒരു രീതിയിലും അതൊരു മാര്യേജ് ആയിട്ട് സഭയ്ക്ക് ഇക്വേറ്റ് ചെയ്യാനോ അംഗീകരിക്കാനോ, നമ്മുടെ സാധാരണ മാര്യേജുമായിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്ത് ആ ഒരു സ്റ്റാറ്റസ് കൊടുക്കാനോ അത് വിവാഹം എന്നൊരു പേര് പോലും സഭ, അത് ശരിക്കും ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവര് അത് മാര്യേജ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണെന്നാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് നമുക്ക് സെയിം സെക്സ് യൂണിയൻ കൾച്ചറൽ രീതിയിൽ തന്നെ നമുക്ക് അതേ പറയാം. കാരണം അത് മാര്യേജിന്റെ ഒരു സ്റ്റാറ്റസ് നമുക്ക് അതിന് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ പേര് വിളിക്കാൻ പറ്റൂ. ഇത് അവരോടുള്ള നമ്മുടെ പ്രതിഷേധമോ അല്ലെ അവരെ നമുക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലാത്ത ഒരു കാര്യം സഭയ്ക്ക് അതിൻ്റെ ആ വാല്യൂസിൽ അതുപോലെ അത് കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അത് ഒരിക്കലും സഭ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സഭ എപ്പോഴാണ് ഒരു വിവാഹം ഇൻ റിയാലിറ്റി, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഇൻ റിയാലിറ്റി ഒരു മാര്യേജ് സീൽ ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? നമ്മൾ വിവാഹ വാഗ്ദാനം എന്ന് പറയുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത് അത് ഒരു ഇനിഷ്യേഷൻ മാത്രമേ ആയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ വിവാഹം നടന്നു, അത് വാലിഡാണ്, പക്ഷേങ്കിൽ അതിൻ്റെ വാലിഡിറ്റി സീൽ ചെയ്യപ്പെടുന്നത് വേറൊരു വലിയ സംഭവം നടക്കുമ്പോഴാണ്. അതിനാണ് കൺസ്യൂമേഷൻ ഓഫ് ദ മാര്യേജ് എന്ന് പറയുന്നത്. ഈ കൺസ്യൂമേഷൻ ഓഫ് ദ മാര്യേജ് അത് ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിലും മതബോധന ഗ്രന്ഥത്തിലും വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിനെ പറയുന്നത് ഇങ്ങനെയാണ്: ദി എക്സ്ചേഞ്ച് ഓഫ് മാര്യേജ് വോസ്. അതാണ് നമ്മൾ ഈ എടുക്കുന്ന ഫ്രീ ഫെയ്ത്ത്ഫുൾ ടോട്ടൽ ഫ്രൂട്ട്. ഇത് വെറും ഒരു ഇനിഷ്യേഷൻ മാത്രമാണ്. പക്ഷേ എങ്കിൽ ഞാൻ നിന്നെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്വതന്ത്രമായി സമ്പൂർണമായി വിശ്വസ്തയോടെ ഫലദായകമായി സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്, അത് സീൽ ചെയ്യപ്പെടുന്നത് അവർ പരസ്പരം സെക്ഷൽ യൂണിയനിൽ വെൻ ദേ ബിക്കം വൺ ഫ്ലഷ് യൂണിയൻ. അപ്പം നമുക്ക് അത് അങ്ങനെയാണ് ഒരു മാരേജ് അത് പൂർത്തിയാകുന്നത്. അപ്പോൾ ഈ ഒരേ സെക്സിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ആരംഭം മുതൽ നമ്മൾ കണ്ടു, ഒരിക്കലും ഒരു വിവാഹത്തിൻ്റെ സ്റ്റാറ്റസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അവരൊരിക്കലും ഒരു കൺസ്യൂമേഷൻ ഓഫ് മാരേജ്, അവരെന്തെല്ലാം കാര്യങ്ങൾ അവർ പരസ്പരം പറയും, ഞങ്ങൾ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം വി ആർ ഓക്കെ വിത്ത് ദാറ്റ്, വി ഡോണ്ട് വാണ്ട് ദ യൂണിയൻ, ഫിസിക്കൽ യൂണിയൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ സഭയുടെ പഠനം അനുസരിച്ചിട്ട് ആ വിവാഹത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല ഈ കാരണങ്ങളാൽ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആവശ്യത്തിനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല. ഇനിയുണ്ട് കാരണങ്ങൾ, ഇനിയും നമുക്ക് ഒരുപാട് ഇതിനെ ചുറ്റിപ്പറ്റി പറയാനുണ്ട്. പക്ഷേ എങ്കിൽ ഇനിയും നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ നമുക്ക് തുടർന്ന് ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഞാൻ ചോദിച്ചതിനൊക്കെ എനിക്ക് തോന്നുന്നു കൃത്യമായുള്ളൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഷോൺ? അതെ. അപ്പം ഈ ഒരു എപ്പിസോഡ് നമുക്ക് പ്രാർത്ഥനയോടെ വൈൻഡപ്പ് ചെയ്യാം. ഷോൺ, ഒരു പ്രാർത്ഥന. ആദിയിൽ ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അവരെ ദൈവം വിവാഹമെന്ന കൂദാശയിലൂടെ ഒന്നാക്കി തീർത്തു. അവർ പിന്നീട് 2 ശരീരങ്ങളല്ല, ഒറ്റ ശരീരമായി തീർന്നു. ഇത് വലിയൊരു രഹസ്യമാണ്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ വിവാഹമെന്ന കൂദാശയെ തച്ചുടച്ച് സെയിം സെക്സ് മാരേജ് പോലുള്ള തിന്മകൾ ഇന്നത്തെ സമൂഹത്തിൽ നടമാടുമ്പോൾ പരിശുദ്ധാത്മാവെ, വിവാഹമെന്ന ആ കൂദാശയുടെ മഹത്വത്തെ എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കണമേ. ആ ഒരു കൂദാശ സ്ത്രീയും പുരുഷനും ദൈവവും തമ്മിലുള്ള ബന്ധമാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ ഉദ്ബോധിപ്പിക്കണമേ. അമ്മേ മാതാവേ,
ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിവാഹം വാങ്ങുന്നവനും കൊടുക്കുന്നവനും തമ്മിലുള്ള ഒരു യൂണിയൻ, ക്രോമസോമുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു സെക്ഷൽ യൂണിയൻ, ഒരു സൈക്കോളജിക്കൽ യൂണിയൻ, അതിലുപരി ഒരു സ്പിരിച്വൽ യൂണിയൻ, അത് ദൈവവുമായുള്ള സ്ത്രീയുടെയും പുരുഷന്റെയും ഒരു സ്പിരിച്വൽ യൂണിയൻ. സത്യം തിരിച്ചറിയാം, സത്യങ്ങളെ മുറുകെ പിടിക്കാം. TOBയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രാർത്ഥനയിലായിരിക്കാം, പ്രാർത്ഥനയിൽ ഐക്യത്തോടെ ആയിരിക്കാം. നിങ്ങളുടെ സംശയങ്ങളെ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കണ്ട. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@tobforlife.org.